കൊച്ചിയുടെ കടൽക്കാറ്റിൽ ഉപ്പുരസം കലർന്നിരുന്നു. കായലിന്റെ ഓരത്തായി ആകാശത്തെ മുട്ടുന്ന വിസ്മയമെന്നു തോന്നും വിധം തലയുയർത്തി നിൽക്കുന്ന ആദിത്യം എന്ന മണിമാളികയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. പുറമേ നിന്ന് നോക്കുമ്പോൾ ആ വീട് വെളിച്ചത്താൽ കുളിച്ചു നിൽക്കുകയായിരുന്നു. എന്നാൽ ആ വീടിന്റെ അകത്തളങ്ങളിലെ ഓരോ കോണിലും മരണത്തിന്റെ തണുപ്പ് ശ്മശാന മൂകതയും തളം കെട്ടിയിരുന്നു. കോടികളുടെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ അധിപനായ വിക്രം ആദിത്യൻ തന്റെ കസേരയിലെ ചലനമറ്റവനെ പോലിരുന്നു. മുന്നിലെ മേശപ്പുറത്ത് ചിതറിക്കിടക്കുന്ന മെഡിക്കൽ റിപ്പോർട്ടുകൾ അവന്റെ കൈ വിറയ്ക്കുന്നതിനെ വിളിച്ചോതുന്നുണ്ടായിരുന്നു. 5 വയസ്സുകാരനായ മകൻ അദ്വൈത് അച്ഛനെ പോലെ തന്നെ ഗൗരവക്കാരനായ, അതേസമയം ആരെയും പെട്ടെന്ന് സ്നേഹിക്കാൻ പ്രേരിപ്പിക്കുന്ന കണ്ണുകളുള്ള ആ കുഞ്ഞ് മാരകമായ രക്തരോഗത്തിന്റെ പിടിയിൽ മരണത്തോട് മല്ലടിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച ഡോക്ടർമാർ ഏറ്റവും വലിയ മരുന്നുകളും പരാജയപ്പെട്ടയിടത്ത് വിക്രമാദിത്യൻ എന്ന മനുഷ്യൻ തൻ്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് ഒരു പിടിവള്ളിക്കായി പരതുകയായിരുന്നു. സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമാണ് ഏക പോംവഴി. കൃത്രിമമായ ലബോറട്ടറി പരീക്ഷണങ്ങളിലോ ദാനമായി ലഭിക്കുന്ന സ്റ്റെം സെല്ലുകളിലോ വിക്രമിന് വിശ്വാസമില്ലായിരുന്നു. പൂർണ്ണമായൊരു മനുഷ്യജീവന്റെ ഉത്ഭവം തന്നിലൂടെ തന്നെ വേണം. അതായിരുന്നു അവന്റെ തീരുമാനം. അന്ന് ആ മണിമാളികയുടെ ഹാളിൽ ഒരു അപൂർവമായ ഇന്റർവ്യൂ നടക്കുകയായിരുന്നു. പണത്തിന് അത്യാവശ്യമുള്ള അല്ലെങ്കിൽ അതിമോഹമുള്ള പല സ്ത്രീകളും അവിടെ വരി നിൽപ്പുണ്ടായിരുന്നു. വിക്രമാദിത്യന്റെ മുന്നിലെ വലിയ തടിമേശയ്ക്ക് പിന്നിൽ അവൻ ശാന്തനായിരുന്നു. അവന്റെ കണ്ണുകളിൽ ക്രൂരതയോ അധികാരമോ മാത്രമായിരുന്നു നിഴലിച്ചിരുന്നത്. എനിക്ക് IVF പോലെയുള്ള കൃത്രിമമായ വഴികളൊന്നും താല്പര്യമില്ല, വിക്രം തന്റെ ശബ്ദം കടുപ്പിച്ചു പറഞ്ഞു. സ്വാഭാവികമായ രീതിയിൽ എന്നോടുള്ള ശാരീരിക ബന്ധത്തിലൂടെ മാത്രമേ ഈ കുഞ്ഞുണ്ടാവൂ. അതിന് സമ്മതമാണെങ്കിൽ മാത്രം മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ ഇറങ്ങിപ്പോകാം. ആ വാക്കുകൾ വലിയ ഹാളിൽ ഒരു ബോംബ് പൊട്ടിയതുപോലെയാണ് അനുഭവപ്പെട്ടത്. വരിയിൽ നിന്ന സ്ത്രീകളിൽ പലരും അത് കേട്ട് ഞെട്ടിപ്പോയി. വിവാഹം കഴിക്കാതെ പ്രണയമില്ലാതെ ഒരു അപരിചിതന്റെ മടിത്തട്ടിൽ കിടന്ന് ഗർഭം ധരിക്കുക, അത് കേവലം ഒരു ജോലി മാത്രമല്ല, ഒരു സ്ത്രീയുടെ മാനത്തിനും നിലനിൽപ്പിനും നേരെയുള്ള വെല്ലുവിളിയായിരുന്നു. 1-2 പേർ മറുപടിയൊന്നും പറയാതെ ആ ഹാളിൽ നിന്നും ഇറങ്ങിപ്പോയി. ചിലർ വിക്രമിനെ ദേഷ്യത്തോടെ നോക്കി. പണത്തിന് ആദിയുണ്ടായിരുന്ന പലരും ആ ക്രൂരമായ നിബന്ധന കേട്ട് വിറങ്ങലിച്ചു പോയി. അപ്പോഴാണ് മയൂക കടന്നു വന്നത്. അവളുടെ നടപ്പിൽ ഒരു പ്രത്യേക താളമുണ്ടായിരുന്നു. തലയുയർത്തി ആരെയും പേടിക്കാത്ത ഭാവത്തോടെ അവൾ മുന്നിലേക്ക് നടന്നു വന്നു. കറുത്ത നിറത്തിലുള്ള ചുരിദാറായിരുന്ന വേഷം. മുഖത്ത് മേക്കപ്പിന്റെ അംശമുണ്ടായിരുന്നെങ്കിലും അവളുടെ കണ്ണിലുള്ള ആഴത്തിലുള്ള വിഷാദം ആരെയും ഒരു നിമിഷം തളർത്തിക്കളയുന്നതായിരുന്നു. വന്യമായ ആ സൗന്ദര്യത്തിന് പിന്നിൽ എന്തോ ഒരു വലിയ രഹസ്യം ഒളിപ്പിച്ചു വെച്ചതുപോലെ വിക്രം ഒന്ന് സൂക്ഷിച്ചു നോക്കി. നിന്റെ പേര്? വിക്രം ചോദിച്ചു. മയൂക, അവൾ ശാന്തമായി മറുപടി നൽകി. ഞാൻ പറഞ്ഞ നിബന്ധനകൾ കേട്ടോ. അതിനപ്പുറം ഒരു ജീവിതമോ സ്നേഹമോ ഇവിടെ ലഭിക്കുമില്ല. വെറും ഒരു ഗർഭപാത്രമായി നീ ഇവിടെ പ്രവർത്തിക്കണം. 9 മാസത്തിന് ശേഷം കുഞ്ഞിനെ ഏൽപ്പിച്ച് പണം വാങ്ങി ഇറങ്ങണം. ഇതിന് നീ തയ്യാറാണോ? വിക്രം തൻ്റെ പതിവ് ശൈലിയിൽ പുച്ഛത്തോടെ ചോദിച്ചു. മയൂക ഒന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയിൽ വേദനയുടെ നേർത്ത നിഴലുകൾ ഉണ്ടായിരുന്നു. എനിക്ക് പണമല്ലത് വേണ്ട വിക്രം. ഈ ലോകത്ത് നഷ്ടപ്പെട്ടു പോയ സമാധാനം എനിക്ക് വേണ്ടത്. അത് ലഭിക്കുമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കരാറിന് തയ്യാറാണ്. അവിടെ ഉണ്ടായിരുന്നവർ അമ്പരന്നു പോയി. പണത്തിനു വേണ്ടി വരുന്നവരിൽ നിന്നും വ്യത്യസ്തമായി സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഈ പെൺകുട്ടി വിക്രമിനെ വല്ലാതെ ആകർഷിച്ചു. ആയിരക്കണക്കിന് അപേക്ഷകർക്കിടയിൽ നിന്നും ഒടുവിൽ അയാൾ അവളെ തിരഞ്ഞെടുത്തു. കരാറിൽ ഒപ്പിടുമ്പോൾ വിക്രമിന്റെ കൈകളൊന്ന് വിറച്ചുവോ? മയൂക ഒപ്പിട്ട ശേഷം നിവർന്നു നിന്ന് അവനെ നോക്കി. ആ നോട്ടത്തിൽ ഭയമുണ്ടായിരുന്നില്ല, പകരം എന്തോ ഒരു ദൃഢനിശ്ചയമുണ്ടായിരുന്നു. അന്ന് രാത്രി ആ മണിമാളികയിലെ അന്തരീക്ഷം വല്ലാത്തൊരു പിരിമുറുക്കത്തിലായിരുന്നു. വിക്രമാദിത്യൻ തൻ്റെ മുറിയിലേക്ക് നടന്നു കയറുമ്പോൾ ജനലരികിൽ നിലാവെളിച്ചത്തിൽ നിന്നിരുന്ന മയൂകയെ അവൻ കണ്ടു. യാതൊരു വികാരങ്ങളുമില്ലാതെ ഒരു യന്ത്രത്തെ പോലെ വിക്രം അവളെ തന്നിലേക്ക് വലിച്ചടിപ്പിച്ചു. അവൻ അവളെ വെറുമൊരു വസ്തുവായാണ് കണ്ടത്, തൻ്റെ മകൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള ഒരേ ഒരു ഉപകരണം. ആ സംഗമം പ്രണയമില്ലാത്തതായിരുന്നു. വേദന കടിച്ചു പിടിച്ച് മയൂക വിതുമ്പിയപ്പോൾ വിക്രം അത് ശ്രദ്ധിച്ചില്ല. ആ ഇരുളിൽ കിടക്കുമ്പോൾ മയൂകയുടെ കണ്ണുകൾ ആ മുറിയുടെ ഭിത്തികളെ ഭേദിച്ച് തൊട്ടടുത്ത മുറിയിൽ വേദനയോടെ കിടക്കുന്ന അദ്വൈതിനെ ഓർത്തു. ആ കുഞ്ഞ് അവൾക്ക് വെറുമൊരു കുഞ്ഞായിരുന്നില്ല, പകരം തൻ്റെ തന്നെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗമായിരുന്നു. അന്ന് രാത്രിയിൽ വിക്രം അവളിലെ സ്ത്രീയെ കണ്ടില്ല.
എന്നാൽ മയൂക കണ്ടത് അഹങ്കാരത്തിൻ്റെ മുഖംമൂടി അണിഞ്ഞ ഒരു പാവം മനുഷ്യനെയായിരുന്നു. താൻ പണത്തിനു വേണ്ടി വാങ്ങിയ ഈ പെണ്ണിൻ്റെ ഉള്ളിലെ രഹസ്യമറിയാൻ വിക്രം എപ്പോഴും തയ്യാറായിരുന്നില്ല. മയൂക ഈ കൊട്ടാരസമനായ വീട്ടിലേക്ക് വന്നത് വെറുതെയാണോ, അതോ വിധി അവളെ ഇതിലേക്ക് എത്തിക്കുകയായിരുന്നോ? ആ രാത്രിയുടെ ഇരുട്ടിൽ മയൂകയുടെ കണ്ണുകളിൽ നിന്ന് ഒരു തുള്ളി കണ്ണീർ അടർന്നു വീണു. അതൊരു കരാറിൻ്റെ തുടക്കമായിരുന്നു. ദിവസങ്ങൾ ആഴ്ചകളിലേക്കും ആഴ്ചകൾ മാസങ്ങളിലേക്കും നീണ്ടുപോയി. ആദിത്യം എന്ന വലിയ മണിമാളികയ്ക്കുള്ളിലെ ജീവിതം പുറമെ ശാന്തമായിരുന്നുവെങ്കിലും ഉള്ളിൽ അതൊരു അഗ്നിപർവ്വതം പോലെ പുകയുന്നുണ്ടായിരുന്നു. മയൂക ഗർഭിണിയായി. ശാരീരികമായ മാറ്റങ്ങളോടൊപ്പം അവളുടെ സ്വഭാവത്തിലും ഒരു വലിയ മാറ്റം പ്രകടമായിരുന്നു. ആ വീടിൻ്റെ ആഡംബരങ്ങളിൽ അവളിൽ ഒരു മതിപ്പുമുണ്ടാക്കിയില്ല. പകരം അവിടെ തളം കെട്ടിയ ഏകാന്തതയെ അവൾക്ക് ഭയമുണ്ടായിരുന്നു. വിക്രമാദിത്യൻ അവളെ പൂർണ്ണമായും ആ വീടിൻ്റെ മതിലുകൾക്കുള്ളിൽ തളച്ചിട്ടു. പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ ഒരു ആഡംബര തടവുകാരിയെ പോലെ അവൾ ജീവിച്ചു. എന്നാൽ അവളുടെ ശ്രദ്ധ മുഴുവൻ അദ്വൈതിലായിരുന്നു. അസുഖം കാരണം എല്ലും തോലുമായി ആ കുട്ടി അച്ഛനെ ഭയന്ന് എപ്പോഴും ഒരു മുറിക്കുള്ളിൽ ഒതുങ്ങിക്കൂടിയിരുന്നു. നേഴ്സുമാരുടെ പരിചരണത്തിൽ പോലും ആ കുട്ടിക്ക് ഒരു ആത്മവിശ്വാസമോ സന്തോഷമോ ഉണ്ടായിരുന്നില്ല. ഒരിക്കലൊരു അർദ്ധരാത്രിയിൽ അദ്വൈതിൻ്റെ മുറിയിൽ നിന്ന് കരച്ചിൽ കേട്ടു. വേദന സഹിക്കവയ്യാതെ ആ കുട്ടി വിങ്ങുകയായിരുന്നു. അവിടെ ഓടിച്ചെന്ന വിക്രം കണ്ടത് നേഴ്സുമാരെ പോലും അടുപ്പിക്കാൻ അലറിക്കരയുന്ന അദ്വൈതിനെയാണ്. ആ സമയത്തെ ശാന്തമായ കാൽവെപ്പുകളോടെ മയൂക അങ്ങോട്ടേക്ക് നടന്നു. വിക്രം അവളെ തടയാൻ നോക്കിയെങ്കിലും മയൂക അതിനൊന്നും ഗൗനിച്ചില്ല. അവൾ നേരെ അദ്വൈതിൻ്റെ അടുത്തേക്ക് ചെന്ന് അവനെ വാരി പുണർന്നു. "നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? മാറി നിൽക്ക്!" വിക്രം ദേഷ്യത്തോട് അലറി. പക്ഷെ മയൂക കേട്ടില്ല. അവൾ അവനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ആ കുഞ്ഞിൻ്റെ മുടിയിഴകളിൽ തലോടി. അവൾ പതിഞ്ഞ സ്വരത്തിൽ ഒരു താരാട്ടുപാട്ട് പാടാൻ തുടങ്ങി. അത്ഭുതമെന്ന് പറയട്ടെ, അദ്വൈതിൻ്റെ കരച്ചിൽ പതുക്കെ നിലച്ചു. അവൻ അവളുടെ സാമീപ്യത്തിൽ സുരക്ഷിതത്വം കണ്ടെത്തി. വിക്രം അമ്പരപ്പോടെ നോക്കി നിന്നു. ഇത്രയും കാലം താൻ പണം കൊടുത്തു വരുത്തിയ നേഴ്സുമാർക്കോ തനിക്ക് പോലുമോ സാധിക്കാത്ത കാര്യം ഈ പെൺകുട്ടി അനായാസം ചെയ്തു തീർക്കുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ മയൂകയുടെ ലോകം ആ കുഞ്ഞിൻ്റെ മുറിയിലായി. അവർ രണ്ടുപേരും തമ്മിൽ അദൃശ്യമായൊരു ചരട് കോർക്കപ്പെട്ടതുപോലെയായിരുന്നു. വിക്രം ദൂരെ നിന്നത് ശ്രദ്ധിക്കാൻ തുടങ്ങി. അദ്വൈതിൻ്റെ കണ്ണുകളിൽ ആദ്യമായി ഒരു തിളക്കം വിക്രം കണ്ടു. ആ കുട്ടി ചിരിക്കാൻ തുടങ്ങിയിരുന്നു. പക്ഷെ വിക്രമിന് അതിൽ സന്തോഷത്തേക്കാൾ ഉപരി ഒരു സംശയമാണ് തോന്നിയത്. ഒരു രാത്രിയിൽ ഭക്ഷണമേശയിൽ വെച്ച് വിക്രം തണുപ്പൻ സ്വരത്തിൽ ചോദിച്ചു, "നിന്റെ ജോലി ഗർഭം ധരിക്കുക എന്നതാണ്, അദ്വൈതിൻ്റെ നേഴ്സാകുക എന്നതല്ല. പിന്നെന്തിനാണ് നീ ഇങ്ങനെ അവൻ്റെ പുറകെ നടക്കുന്നത്? നിനക്കെന്തിനാണ് ഇത്രയും കരുതൽ?" മയൂക സ്പൂൺ താഴെ വെച്ചു. അവൾ നേരെ വിക്രമിൻ്റെ കണ്ണിലേക്ക് നോക്കി. ആ കണ്ണുകളിൽ അപ്പോൾ പുച്ഛമായിരുന്നില്ല, മറിച്ചൊരു സഹതാപമായിരുന്നു. നിങ്ങൾ അവനെ കാണുന്നത് സ്റ്റെം സെല്ലുകൾക്ക് വേണ്ടിയുള്ള ഒരു വെറും മാധ്യമമായാണ് വിക്രം. എന്നാൽ ഞാൻ അവനെ കാണുന്നത് ഒരു കുഞ്ഞായാണ്. വേദനയിൽ പൊളയുന്ന സ്നേഹത്തിൻ്റെ ദാഹിക്കുന്ന ഒരു പാവം കുഞ്ഞ്. നിങ്ങൾ മരുന്നുകൾ വാരിക്കോരി കൊടുക്കുമ്പോൾ അവൻ മരിക്കുന്നത് സ്നേഹം കിട്ടാത്തത് കൊണ്ടാണ്. നിങ്ങൾ പണം കൊണ്ട് എന്തും വാങ്ങാമെന്ന് കരുതുന്നുണ്ടാകാം, പക്ഷെ കുഞ്ഞുങ്ങളുടെ മനസ്സ് പണം കൊണ്ട് വാങ്ങാൻ കഴിയില്ല. മയൂകയുടെ വാക്കുകൾ വിക്രമിൻ്റെ ഉള്ളിൽ ആഞ്ഞുകൊണ്ടു. അവൻ പറയാൻ വാക്കുകൾ കിട്ടാതെ സ്തംഭിച്ചുപോയി. അവൻ്റെ ഹൃദയത്തിലെ കൽമതിലുകളിൽ ചെറിയൊരു വിള്ളൽ വീഴാൻ തുടങ്ങിയത് മയൂക അറിഞ്ഞിരുന്നില്ല. താൻ ഒരു യന്ത്രത്തെ പോലെ കണ്ട പെൺകുട്ടിക്ക് തൻ്റെ മകൻ്റെ ഹൃദയത്തെ സ്പർശിക്കാൻ കഴിയുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ വിക്രമിന് ഒരു തരം അസ്വസ്ഥത തോന്നി. അന്ന് രാത്രി വിക്രം തൻ്റെ പഠനമുറിയിൽ ഒറ്റയ്ക്കിരുന്നു. അവൻ്റെ ഓർമ്മകൾ അദ്വൈതിൻ്റെ അമ്മയിലേക്കും തൻ്റെ ബിസിനസ് ജീവിതത്തിലെ ക്രൂരതകളിലേക്കും പോയി. മയൂക പറഞ്ഞതുപോലെ താൻ അവനെ സ്നേഹിക്കാൻ മറന്നുപോയിരുന്നു. താനൊരു പിതാവാണോ അതോ ഒരു ബിസിനസ്സുകാരനാണോ? അടുത്ത ദിവസം രാവിലെ അദ്വൈതിൻ്റെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ വിക്രം കണ്ട കാഴ്ച അവനെ അത്ഭുതപ്പെടുത്തി. മയൂകയും അദ്വൈതും ചേർന്ന് ഒരു ഡ്രോയിങ് പേപ്പറിൽ ചിത്രങ്ങൾ വരയ്ക്കുകയാണ്. മയൂകയുടെ തോളിൽ ചാരിയിരുന്ന് അദ്വൈത് ചിരിക്കുന്നു. ആ കാഴ്ചയിൽ പൂർണ്ണമായ കുടുംബത്തിൻ്റെ ചിത്രം വിക്രം കണ്ടു. പക്ഷെ ആ സുന്ദരമായ നിമിഷങ്ങൾക്കപ്പുറം ഒരു വലിയ രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. മയൂകയുടെ കണ്ണുകളിൽ അപ്പോഴും അദ്വൈതിനോടുള്ള സ്നേഹത്തിനൊപ്പം വിക്രമിനോടുള്ള ഒരു തരം നിഗൂഢമായ പ്രതികാരദാഹവും ബാക്കിയായിരുന്നു. ആ പ്രതികാരം എന്തിനെക്കുറിച്ചായിരുന്നു? എന്തുകൊണ്ട് അവൾ ഈ വീട്ടിലേക്ക് കടന്നു വന്നു? വിക്രം ആലോചിച്ചു. അവൻ തൻ്റെ വിശ്വസ്തനായ പി.എ രാഹുലിനെ വിളിച്ചു.
രാഹുൽ, മയൂകയെ പറ്റി എനിക്ക് കൂടുതൽ വിവരങ്ങൾ വേണം. അവളുടെ കുടുംബം, അവളുടെ ഭൂതകാലം എല്ലാം എനിക്ക് ഇന്ന് തന്നെ എല്ലാം അറിയണം. വിക്രമിന്റെ ഉള്ളിൽ ഭയം തളർത്തു തുടങ്ങിയിരുന്നു. താൻ കരുതി വെച്ച പണത്തിന്റെയും അധികാരത്തിന്റെയും കോട്ട തകരാൻ പോകുന്നുണ്ടോ? ആ പെൺകുട്ടി വെറും ഒരു ഗർഭപാത്രമല്ല, മറിച്ച് തൻ്റെ ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ വന്നൊരു ശക്തിയാണ്. ആദിത്യം എന്ന മണിമാളികയ്ക്കുള്ളിൽ കാറ്റിന് വല്ലാത്തൊരു തണുപ്പായിരുന്നു. വിക്രമാദിത്യൻ എന്ന സിംഹം തൻ്റെ ഇരയെ തേടിയുള്ള യാത്ര തുടങ്ങുകയായിരുന്നു. പക്ഷെ ഇര താനാണോ അതോ അവളാണോ എന്ന് അവൻ അപ്പോഴും വ്യക്തമായിരുന്നില്ല. വിക്രമാദിത്യൻ തൻ്റെ സ്വകാര്യ പഠനമുറിയിൽ അസ്വസ്ഥനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. മണിക്കൂറുകൾക്ക് മുമ്പ് രാഹുലിനോട് മയൂകയെക്കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞിട്ട് സമയമേറെയായി. അവൻ്റെ കൈകളിലെ സിഗരറ്റ് പുകയുന്നുണ്ടായിരുന്നുവെങ്കിലും മനസ്സെവിടെയോ വല്ലാതെ പിടയുകയായിരുന്നു. അധികാരത്തിൻ്റെ പടവുകൾ കയറുമ്പോൾ പിന്നിൽ ഉപേക്ഷിച്ച പല മുഖങ്ങളും അവന് മുന്നിൽ തെളിഞ്ഞു വരുന്നുണ്ടായിരുന്നു. വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ട് വിക്രം തിരിഞ്ഞു നോക്കി. രാഹുൽ കയ്യിൽ ഒരു കട്ടിയുള്ള ഫയലുമായി അകത്തേക്ക് കടന്നു. അവൻ്റെ മുഖത്തെന്തോ ഒരു ഭയം നിഴലിക്കുന്നുണ്ടായിരുന്നു. സാർ, മയൂകയെ പറ്റി കിട്ടിയ വിവരങ്ങൾ, രാഹുൽ ശബ്ദം താഴ്ത്തി പറഞ്ഞു. വിക്രം ഫയൽ പിടിച്ചു വാങ്ങി. ഫയലിൽ ഒരു പെൺകുട്ടിയുടെ പഴയകാല ഫോട്ടോകളും ഉണ്ടായിരുന്നു. ഒപ്പം പത്രവാർത്തകളും. വിക്രം അത് മറിച്ചു നോക്കി. 5 വർഷം മുൻപ് കൊച്ചിയിൽ നടന്ന വലിയൊരു സംഭവമായിരുന്നു അത്. ആദിത്യ ഹൗസിംഗ് പ്രോജക്റ്റ്. അന്ന് വിക്രം ആദിത്യൻ ഒരു വില്ലേജ് പ്രദേശം ഒഴിപ്പിച്ച് വലിയൊരു ഫ്ലാറ്റ് സമുച്ചയം പണിയാൻ തീരുമാനിച്ചിരുന്നു. അതിനായി 100 കണക്കിന് ആളുകളെയാണ് അവൻ കുടിയൊഴിപ്പിച്ചത്. അന്ന് ആ ഒഴിപ്പിക്കലിനെതിരെ സമരം ചെയ്തത് ഒരു പാവപ്പെട്ട കുടുംബമായിരുന്നു. ആ കുടുംബത്തിലെ കാരണവർ രാഘവൻ അവസാനം സഹിക്കവയ്യാതെ ആത്മഹത്യ ചെയ്തു. വിക്രമിന്റെ കൈകൾ വിറച്ചു. ആ ഫയലിലുണ്ടായിരുന്നത് ആ രാഘവന്റെ മകൾ മയൂകയുടെ ചിത്രമായിരുന്നു. അന്ന് ആ വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ മുന്നിൽ ഒരു സാധാരണക്കാരി പെൺകുട്ടിയുടെ കരച്ചിൽ ആരും കേട്ടിരുന്നില്ല. വിക്രമാദിത്യന്റെ പണം ആ വാർത്തകളെയെല്ലാം അടിച്ചമർത്തിയിരുന്നു. മയൂക ഈ വീട്ടിലേക്ക് എത്തിയത് യാദൃശ്ചികമല്ലായിരുന്നു. അവൾ വന്നത് പ്രതികാരത്തിനാണ്. അവന്റെ മകന്റെ അമ്മയായി, അവന്റെ കുടുംബത്തിന്റെ ഭാഗമായി മാറി, അകത്ത് നിന്ന് തന്നെ അവനെ തകർക്കാൻ. വിക്രമിന് ദേഷ്യം കൊണ്ട് കണ്ണു മങ്ങി. അവൻ ആ ഫയൽ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. നീ എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ മയൂക, അവൻ അലറി. അവൻ ദേഷ്യത്തോടെ നേരെ മയൂകയുടെ മുറിയിലേക്ക് പാഞ്ഞു ചെന്നപ്പോൾ അവൾ മുറിയിൽ പ്രാർത്ഥനയിലായിരുന്നു. വിക്രം അവളിലേക്ക് കുതിച്ചു ചെന്ന് അവളുടെ കോളറിൽ പിടിച്ച് ഭിത്തിയിൽ ചേർത്ത് നിർത്തി. നീ ആരാണെന്ന് എനിക്കറിയാം മയൂക. എൻ്റെ ശത്രുവിൻ്റെ മകളാണല്ലേ നീ. എൻ്റെ ബിസിനസ് തകർത്തതും എൻ്റെ പണം കൊണ്ട് ജീവിക്കുന്നതുമായ ഒരു കൊലപാതകയുടെ മകൾ. നീ എന്തിനാണ് എൻ്റെ വീട്ടിൽ വന്നത്? ആ കുഞ്ഞിനെയും ഗർഭം ധരിച്ച് എന്നെയും അവനെയും ഒരുപോലെ തകർക്കാനാണോ നിന്റെ പ്ലാൻ? വിക്രമിന്റെ ചോദ്യം ഗർജനം പോലെ ആ മുറിയിൽ മുഴങ്ങി. മയൂക പേടിച്ചില്ല. അവൾ നിവർന്നു നിന്ന് വിക്രമിന്റെ കണ്ണുകളിലേക്ക് നേരിട്ട് നോക്കി. അവളുടെ കണ്ണുകളിൽ കണ്ണീരില്ലായിരുന്നു, പകരം കത്തുന്ന ഒരു തീക്ഷണതയുണ്ടായിരുന്നു. അതേ വിക്രം, ഞാൻ വന്നത് പക തീർക്കാനാണ്. അന്ന് എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ, നിങ്ങളുടെ കാൽക്കൽ വീണ് കേണപേക്ഷിച്ചപ്പോൾ നിങ്ങൾ നൽകിയ ഒരു പരിഹാസ ചിരിയുണ്ടല്ലോ, അതെന്നെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു. നിങ്ങളെ തകർക്കാൻ ഞാൻ ഈ വീടിന്റെ പടി കയറി. നിങ്ങളുടെ മകനെ പ്രസവിച്ച് നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗമായി നിന്ന് അവസാനം ഈ സാമ്രാജ്യം ഒന്നാകെ തകർത്തെറിയാൻ തന്നെയായിരുന്നു എൻ്റെ തീരുമാനം. വിക്രം അവളെ അമർത്തി പിടിച്ചു. ഇപ്പോൾ നീ എന്തുകൊണ്ട് എന്നെ കൊല്ലുന്നില്ല? മയൂക ഒന്ന് പുഞ്ചിരിച്ചു. പക്ഷെ അത് പകയുടെ പുഞ്ചിരിയായിരുന്നില്ല. അദ്ദേഹത്തിനെ കണ്ടപ്പോൾ എൻ്റെ പക അലിഞ്ഞുപോയി വിക്രം. ആ കുഞ്ഞിൻ്റെ കണ്ണ് കണ്ടപ്പോൾ എൻ്റെ അച്ഛൻ്റെ മുഖം എനിക്ക് ഓർമ്മ വന്നു. വേദനയിൽ പുളയുന്ന കുഞ്ഞിന് ജീവൻ നൽകുന്നത് എൻ്റെ അച്ഛൻ അനുഭവിച്ച വേദനയ്ക്കുള്ള ഒരു പ്രായശ്ചിത്തമായി ഞാൻ കാണുന്നു. അച്ഛനെ കൊന്നത് നിങ്ങളാണെന്നറിഞ്ഞിട്ടും ഈ കുഞ്ഞിനെ രക്ഷിക്കാൻ ഞാൻ തയ്യാറായത് പക കൊണ്ടല്ല, സ്നേഹം കൊണ്ടാണ്. വിക്രം നിശബ്ദനായി. അവൾ പറഞ്ഞ സത്യം അവൻ്റെ ഹൃദയത്തെ വല്ലാതെ മുറിവേൽപ്പിച്ചു. അധികാരത്തിന്റെ മത്തു പിടിച്ച തൻ്റെ മുൻകാലങ്ങൾ അവൻ ഓർത്തു. താൻ പണത്തിനു വേണ്ടി എന്തിനേയും ചവിട്ടി മെതിച്ചപ്പോൾ തിരിച്ചൊന്നും കിട്ടില്ലെന്ന് കരുതിയവരിൽ നിന്ന് കിട്ടിയ ഒരു വലിയ പാഠം. വിക്രം അവളുടെ കൈകൾ വിട്ടു. അവൻ തളർന്ന് കട്ടിലിൽ ഇരുന്നു പോയി. നീ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, വിക്രം വിറയ്ക്കുന്ന സ്വരത്തിൽ പറഞ്ഞു. എൻ്റെ ബിസിനസ്, എൻ്റെ സമ്പത്ത് എല്ലാം നിനക്ക് തരാം, പക്ഷേ എൻ്റെ മകനെ മാത്രം തുടരുത്. മയൂകമല്ലേ അവൻ്റെ അടുത്ത് പോയിരുന്നു. ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യില്ല വിക്രം. ഞാൻ വന്നത് പ്രതികാരത്തിനാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞിനെ പോലെയാണ്. അച്ഛൻ ചെയ്ത തെറ്റിന് നിങ്ങൾ മാപ്പ് പറയുകയാണെങ്കിൽ ഈ ശത്രുത എന്നേക്കും അവസാനിക്കും. പണം കൊണ്ട് നിങ്ങൾക്ക് ലോകം മുഴുവൻ വാങ്ങാം, പക്ഷെ മനസ്സുകൾ വാങ്ങാൻ കഴിയില്ല. അത് സ്നേഹം കൊണ്ട് മാത്രമേ നേടാൻ കഴിയൂ.
വിക്രമാദിത്യൻ ലോകം ഭയക്കുന്ന ആ ബിസിനസ് ഭീമൻ തന്റെ ജീവിതത്തിലെ ആദ്യമായ ഒരു സ്ത്രീയുടെ മുന്നിൽ തോറ്റു. അവൻ പൊട്ടിക്കരഞ്ഞ അന്ന് രാത്രി ആ മണിമാളികയിൽ വലിയൊരു മാറ്റമുണ്ടായി. വിക്രം തന്റെ ബിസിനസ് ഡീൽസുകളിൽ പലതും ഉപേക്ഷിച്ചു. മയൂകിയോടുള്ള പകയ്ക്കു പകരം അവളോടൊരു വലിയ ബഹുമാനം തോന്നി തുടങ്ങി. അവൾ ഒരു സാധാരണ വാടക ഗർഭപാത്രം എന്ന നിലയിൽ നിന്നും മാറി ആ വീടിന്റെ കാവലാളായി മാറി. എന്നാൽ ഈ സത്യം അദ്ദേഹം അറിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ആ വീട് ഇനി സ്നേഹത്തിന്റെ കൂടാരമാകുമോ അതോ വീണ്ടും പഴയ പകയുടെ യുദ്ധക്കളമാകുമോ? ആ വലിയ മണിമാളികയായ ആദിത്യത്തിന്റെ ഉള്ളിൽ വായു പോലും മാറിപ്പോയതുപോലെ തോന്നി. ദിവസങ്ങൾക്ക് മുമ്പ് വരെ പകയും പ്രതികാരവും നിറഞ്ഞു നിന്ന ഇടനാഴികളിൽ ഇപ്പോൾ ഒരുതരം മൗനത്തിന്റെ സമാധാനം തളം കെട്ടി നിന്നു. വിക്രമാദിത്യൻ എന്ന ക്രൂരനായ ബിസിനസ്സുകാരൻ ആ ദിവസങ്ങളിൽ വല്ലാതെ മാറിയിരുന്നു. വലിയ ബിസിനസ് ഡീൽസുകളിൽ നിന്നും ഫോൺ കോളുകളിൽ നിന്നും അവൻ മനഃപൂർവ്വം വിട്ടുനിന്നു. അവനിപ്പോൾ പ്രധാനപ്പെട്ടത് പണമല്ല, മറിച്ച് തൻ്റെ മകൻ അദ്ദേഹത്തിന്റെ ജീവനാണ്. മയൂകയെ അവൻ ഒരു ഗർഭപാത്രമായിട്ടല്ല, മറിച്ച് തൻ്റെ ജീവിതത്തിലേക്ക് വിധി നിയോഗിച്ച ഒരു വഴികാട്ടിയായാണ് ഇപ്പോൾ കണ്ടത്. അവൾ പറഞ്ഞ വാക്കുകൾ വിക്രമിന്റെ ഉള്ളിൽ വീണ്ടും വീണ്ടും പ്രതിധ്വനിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾ പണം കൊണ്ട് ലോകം മുഴുവൻ വാങ്ങാം, പക്ഷെ മനസ്സുകൾ വാങ്ങാൻ കഴിയില്ല. ആ വാചകം അവനെ ഉറങ്ങാൻ അനുവദിച്ചില്ല. ഒരു ദിവസം അർദ്ധരാത്രിയിൽ അദ്ദേഹത്തിന്റെ മുറിയിൽ പ്രകാശം കാണുന്നത് കണ്ട് വിക്രം അങ്ങോട്ട് നടന്നു. അവിടെ കണ്ട കാഴ്ച അവന്റെ ഉള്ളുലച്ചു. മയൂക അദ്ദേഹത്തിനെ ചേർത്ത് പിടിച്ച് അവന് മരുന്നുകൾ നൽകുകയായിരുന്നു. അദ്ദേഹം അബോധാവസ്ഥയിൽ കിടക്കുമ്പോൾ അവന്റെ കവിളിൽ മയൂക സാവധാനം തലോടുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുകളിൽ നിന്നുതിർന്നു വീണ ഓരോ തുള്ളി കണ്ണീരും ആ കുഞ്ഞിന്റെ മുഖത്ത് വീഴുന്നുണ്ടായിരുന്നു. വിക്രം വാതിൽക്കൽ അല്പനേരം അങ്ങനെ നിന്നു. താൻ സമ്പാദിച്ച കോടികൾക്കും താൻ കെട്ടിപ്പടിച്ച സാമ്രാജ്യത്തിനും ഈ നിമിഷത്തിലെ സ്നേഹത്തിനു മുൻപിൽ ഒരു വിലയുമില്ലെന്ന് അവൻ മനസ്സിലാക്കി. പിറ്റേന്ന് രാവിലെ വിക്രം മയൂകയെ തന്റെ പഠനമുറിയിലേക്ക് വിളിച്ചു. അവനൊരു കടലാസ് അവൾക്ക് നേരെ നീട്ടി. അത് അവന്റെ സ്വത്തുക്കളുടെ ഒരു വലിയ ഭാഗം മയൂകയുടെ പേരിൽ എഴുതി വെക്കുന്നതിനുള്ള രേഖകളായിരുന്നു. ഇതെന്താണ്? മയൂക അത്ഭുതത്തോടെ ചോദിച്ചു. എൻ്റെ അച്ഛൻ നിന്റെ അച്ഛനെ തകർത്തു. ആ പാപം എൻ്റേതാണ്. ഈ സമ്പത്തൊന്നും നിന്റെ നഷ്ടത്തിന് പകരമാകില്ല. പക്ഷെ എനിക്ക് സമാധാനത്തോടെ ജീവിക്കാൻ ഇനിയെങ്കിലും ഇത് ചെയ്യണം, വിക്രം വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. മയൂക ആ രേഖകൾ വാങ്ങി കീറിക്കളഞ്ഞു. സമ്പത്ത് കൊണ്ട് നീതി വാങ്ങാമെന്ന് ഇനിയും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ വിക്രം? എനിക്ക് വേണ്ടത് നീതിയല്ല, അദ്ദേഹത്തിന്റെ ജീവനാണ്. അത് തിരികെ കിട്ടിയാൽ മതി. ബാക്കിയെല്ലാം ഞാൻ പണ്ടേ മറന്നതാണ്. ആ വാക്കുകൾ വിക്രമിനെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. അവന്റെ ഉള്ളിലെ വിശാലതയ്ക്ക് മുന്നിൽ അവൻ ചെറുതായിപ്പോയി. ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിന്റെ ശസ്ത്രക്രിയയ്ക്കുള്ള സമയം അടുത്തെത്തി. വീടിനുള്ളിൽ ഒരു തരം പിരിമുറുക്കം അനുഭവപ്പെട്ടു. മയൂകയും വിക്രമും അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഒരുമിച്ച് പ്രവർത്തിച്ചു. ശത്രുത മാറി. ഒരു കുടുംബം എന്ന നിലയിൽ അവർ ആ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ചു. എന്നാൽ ഈ ശാന്തതയ്ക്കൊപ്പുറം ഒരു ഇരുണ്ട മേഘം അപ്പോഴും ബാക്കിയുണ്ടായിരുന്നു. വിക്രമിന്റെ ബിസിനസ് ശത്രുക്കൾ ഈ അവസരം മുതലെടുക്കാൻ കാത്തിരിക്കുകയായിരുന്നു. വിക്രം ദുർബലനായി എന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. അവന്റെ ബിസിനസ് പങ്കാളികൾ അദ്ദേഹത്തിന്റെ രോഗത്തെയും മയൂകയുമായുള്ള ബന്ധത്തെയും ഉപയോഗപ്പെടുത്തി അവനെ തകർക്കാൻ തക്കം പാർത്തിരുന്നു. ശസ്ത്രക്രിയയ്ക്ക് തലേ ദിവസം രാത്രി അദ്ദേഹത്തിന്റെ മുറിയിൽ വെച്ച് വിക്രം മയൂകയോട് ചോദിച്ചു, നാളെ ശസ്ത്രക്രിയ കഴിഞ്ഞാൽ എല്ലാം പഴയതുപോലെയാകുമോ, അതോ നീ എന്നെ വിട്ടുപോകുമോ? മയൂക പുറത്തെ നിലാവിനെ നോക്കി അല്പനേരം നിശബ്ദയായി നിന്നു. ജീവിതം ഒരു കരാറല്ല വിക്രം, അത് നമ്മൾ ഉണ്ടാക്കുന്നതല്ല, മറിച്ച് സംഭവിക്കുന്നതാണ്. അദ്ദേഹം രക്ഷപ്പെടുകയാണെങ്കിൽ എൻ്റെ പ്രതികാരം പൂർണ്ണമായി. പിന്നെ ഈ വീട്ടിൽ എനിക്ക് എന്ത് കാര്യമാണുള്ളത്? ആ ചോദ്യം വിക്രമിനെ വല്ലാതെ വേദനിപ്പിച്ചു. അവൾ പോകുമെന്നറിഞ്ഞപ്പോൾ അവൻ്റെ ഹൃദയം പാതി അടർന്നതുപോലെ തോന്നി. അവൻ അവളെ സ്നേഹിക്കാൻ തുടങ്ങിയിരുന്നു. അവൾ വെറുമൊരു വാടക ഗർഭപാത്രമല്ല, തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യമാണെന്ന് അവൻ തിരിച്ചറിയുകയായിരുന്നു. അടുത്ത ദിവസം ആശുപത്രിയിലേക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോൾ അപ്രതീക്ഷിതമായി ഒരു ഫോൺ കോൾ വന്നു. അത് വിക്രമിൻ്റെ ബിസിനസ് ഓഫീസിൽ നിന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശസ്ത്രക്രിയ നടക്കുന്ന സമയത്ത് തന്നെ കമ്പനിയുടെ എല്ലാ സ്വത്തുക്കളും കണ്ടുകെട്ടാനുള്ള ഒരു വലിയ ഗൂഢാലോചന അണിയറയിൽ നടക്കുന്നുണ്ടെന്ന് രാഹുൽ മുന്നറിയിപ്പ് നൽകി. വിക്രം പ്രതിസന്ധിയിലായി. ഒരു വശത്ത് മകൻ്റെ ജീവൻ, മറുവശത്ത് താൻ പടുത്തുയർത്തിയ സാമ്രാജ്യം. അവൻ ആരെ തിരഞ്ഞെടുക്കും? മയൂക അവനെ നോക്കി. ആ നോട്ടത്തിൽ ഇത്തവണ പകയുണ്ടായിരുന്നില്ല, പകരം ഒരു വലിയ ചോദ്യചിഹ്നമുണ്ടായിരുന്നു. വിക്രം, പണമോ അതോ മകനോ? തീരുമാനിക്കൂ. ആശുപത്രിയുടെ വെളുത്ത ചുമരുകൾക്കിടയിൽ മരണം കാത്തു നിൽക്കുന്നത് പോലെ തോന്നി. വിക്രമാദിത്യന്റെ കയ്യിലിരുന്ന ഫോൺ വീണ്ടും ശബ്ദിച്ചു.
രാഹുലിന്റെ വിറയ്ക്കുന്ന സ്വരം. സാർ, എല്ലാം കൈവിട്ടു പോകുന്നു. ബോർഡ് മെമ്പർമാർ കൂറുമാറി. കമ്പനിയുടെ ഓഹരികൾ തകരുന്നു. ഉടനെ വരണം. വിക്രം നിമിഷങ്ങൾ ആലോചിച്ചു. ഒരു വശത്ത് താൻ വിയർപ്പൊഴുക്കുണ്ടാക്കിയ ലോകം മുഴുവൻ അസൂയയോടെ നോക്കിയ ആ സാമ്രാജ്യം, മറുവശത്ത് മരണത്തിനും ജീവിതത്തിനും ഇടയിൽ നൂൽപാലത്തിലൂടെ നടക്കുന്ന തൻ്റെ മകൻ അദ്വൈത്. അവൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ദൂരേക്കെറിഞ്ഞു. മയൂക അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ കണ്ണുകളിൽ പരിഭ്രമമില്ല, പകരം വല്ലാത്തൊരു ശാന്തതയായിരുന്നു. നീ എന്താണ് ചെയ്തത്? അവൾ ചോദിച്ചു. എൻ്റെ സാമ്രാജ്യം വീഴട്ടെ മയൂക, വിക്രം പതുക്കെ പറഞ്ഞു. ആ പണം കൊണ്ട് എനിക്ക് അദ്വൈതിനെ വാങ്ങാൻ കഴിയില്ല. ഇത്രയും കാലം ഞാൻ പണത്തിന് പിന്നാലെ ഓടി. ഒടുവിൽ എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ സ്വന്തം മകൻ്റെ സ്നേഹമാണ്. ഇന്ന് അത് തിരിച്ചു പിടിക്കാൻ എനിക്ക് എൻ്റെ കമ്പനിയേക്കാൾ വലുത് എൻ്റെ മകനാണ്. മയൂകയുടെ കണ്ണുകളിൽ അവിശ്വസനീയതയായിരുന്നു. അഹങ്കാരത്തിൻ്റെ പടുകുഴിയിൽ നിന്നൊരു മനുഷ്യൻ ഇത്രയും പെട്ടെന്ന് ഇത്രയും പണത്തിന് വില കൽപ്പിക്കാത്ത പ്രണയത്തിന് മാത്രം പ്രാധാന്യം നൽകുന്ന ഒരു പുതിയ അധ്യായം അവിടെ തുടങ്ങുകയായിരുന്നു. ആ വലിയ വീടിന് യുദ്ധക്കളമായിരുന്നില്ല, മറിച്ച് സ്നേഹത്തിൻ്റെ സുരക്ഷിതമായ സങ്കേതമായിരുന്നു. ജീവിതം എന്നത് പണത്തിൻ്റെ അളവുകോലല്ല, മറിച്ച് പങ്കുവെക്കുന്ന സ്നേഹത്തിൻ്റെ ആഴമാണെന്ന സത്യം അവർ മനസ്സിലാക്കി. പഴയ ശത്രുതയും പകയും മറന്ന് അദ്വൈത് എന്ന കുഞ്ഞിൻ്റെ ചിരിയിൽ അവർ ഒന്നായി. പുറത്ത് കായലിലെ കാറ്റ് മനോഹരമായി വീശുന്നുണ്ടായിരുന്നു. വിക്രമിൻ്റെയും മയൂകയുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രഭാതം അവിടെ ഉദിച്ചു. കരാറുകൾ. അവർ പ്രണയത്തിൻ്റെ വലിയൊരു കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞിരുന്നു.